ഒറ്റപ്പെട്ട കാടുകൾ നിറഞ്ഞ ഈ കുഞ്ഞൻ ദ്വീപിൽ നീലക്കണ്ണുള്ള മനുഷ്യർ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമം തേടി വന്നതായിരുന്നു നമ്മൾ. കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇനിയിപ്പോൾ മടക്കയാത്രയിലാണ്. പോകുന്ന വഴിയിൽ സിനിമകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരു പ്രദേശത്തേക്ക് എത്തി. ഈ സ്ഥലത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്, കണ്ടു നോക്കാമെന്ന് ഉസ്മാൻ ബ്രദർ പറഞ്ഞു. ഒരു കാലത്ത് ഈ രാജ്യത്തിൻ്റെ മൊത്തം പേടി സ്വപ്നമായിരുന്നു ഈ പ്രദേശവും ഇവിടുത്തെ ആളുകളും. കടലിന് അഭിമുഖമായി പ്രകൃതി തന്നെ വലിയൊരു കോട്ടയായി മാറിയ പ്രദേശം. കുഞ്ഞൻ വള്ളങ്ങൾക്കും ചെറു ഷിപ്പുകൾക്കും ഒളിച്ചിരിക്കാൻ പാകത്തിന് പാറയിടുക്കുകളുള്ള ഒരു പ്രദേശം. മനസ്സിലായോ ഇത് ആരുടെ കേന്ദ്രമായിരുന്നു എന്നത്? ഇവിടെ പൈറേറ്റ്സ്, കടൽ കൊള്ളക്കാരുണ്ടായിരുന്നു ഈ ഒരു കടലിൻ്റെ ഒരു ഭാഗത്ത്. അപ്പോൾ അവരുടെ ഒരു ക്യാമ്പിംഗ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ശരിക്കും ഈ കല്ലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു കോട്ട പോലെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. ഇവർക്ക് പെട്ടെന്ന് കടലിലേക്ക് ആക്സസും കിട്ടും. അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതൊരു എന്താ പറയുക പൈറേറ്റ്സ് കേന്ദ്രമാക്കി മാറ്റിയത്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ സ്വിമ്മിംഗ് പൂള് പോലെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നതാണ്. കുളിക്കാനുള്ള സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. അതുകൂടാതെ അങ്ങ് ദൂരെയായിട്ട് കുറേ ആൾക്കാർ അലക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതും ഒരു സ്വിമ്മിംഗ് പൂള് പോലെയാണ്. നമുക്ക് ഈ ഒരു മരത്തിൻ്റെ പാലം വഴിയൊക്കെ ഒന്ന് കയറി നോക്കിയാലോ. കാഞ്ചാവിലി സെയിം പരിപാടി, റെസ്റ്റ്. കാഞ്ചൽ ഫിനിഷ്. പുള്ളിക്കാരി അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. നമ്മളെന്തായാലും നടക്കട്ടെ. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവരൊക്കെ ഇടയ്ക്ക് വരാറുള്ള ഒരു ഏരിയ കൂടിയൊക്കെയാണിത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും കാണൂലായിരിക്കും. പക്ഷേങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ വല്ലപ്പോഴും മാത്രം കിട്ടുന്നൊരു കാഴ്ചയല്ലേ. എന്നാലും പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കുമോ? അതിൻ്റെ മേലോട്ടൊക്കെ കയറാൻ പറ്റും കേട്ടോ. ഈ പൈറേറ്റ്സിനൊക്കെ ഒരു നേതാവുണ്ടായിരുന്നു, ലബോലോങ് തിയോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ. അപ്പോൾ ആ പുള്ളിനെ കൊന്നത് ഈ ഒരു മലയുടെ മേലെ വെച്ചിട്ടാണ് പോലും. അപ്പോൾ ആ ഒരു കൊന്ന സ്ഥലമൊക്കെ നമുക്കിപ്പോൾ കാണാവേ. നമ്മൾ മറ്റേ പൈറേറ്റ്സ് ഓഫ് ദ കരീബിയനൊക്കെ ഇല്ലേ, അങ്ങനെ പറഞ്ഞൊരു സാധനത്തിൻ്റെ അകത്ത് ശരിക്കും ആളുകൾ ജീവിച്ചിരുന്ന ആ ഒരു മേഖല. ഇതൊക്കെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സോ എക്സൈറ്റഡ്. ഇവിടെയും ഈ പൂളിലൊക്കെ അലക്കാനായിട്ട് ആളുകൾ വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ അലക്കിൻ്റെ ടൈമാണെന്ന് തോന്നുന്നു. കുറേ ആൾക്കാർ അവിടെ നിന്ന് അലക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ നമുക്ക് മേലെ കയറാം. ഫ്രണ്ട്സ്, വെറുതെ കൊന്നത് മാത്രമല്ല ഇവിടെ കാണാനുള്ളത്. പുള്ളിക്കാരൻ്റെ അസ്ഥികൂടം, തലയോട്ടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്താ നോക്കി, ഈ തലയോട്ടി വന്നിട്ട് ഒറിജിനൽ ആണോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ അസ്ഥികൂടം ഇതുണ്ട്, ഈ ഒരു ഇതിൻ്റെ പോർഷനൊക്കെ ഇവിടെ നിന്നും പിന്നീട് എടുത്ത് ഇവരിങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നതാണേ. ഓ നൈസ്, അത്ര നൈസല്ലേ. ശരിക്കും ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമ്മളും ഒരു പൈറേറ്റിനെ പോലെ തന്നെ ചിന്തിക്കണം. ഞാനും ഒരു കടൽ കൊള്ളക്കാരനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നോക്കി ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ഷിപ്പുകളെയെല്ലാം നമുക്ക് കാണാം. അന്നും ഈ ബബോ എന്ന് പറയുന്നത് പോർട്ടിൻ്റെ ഭാഗം കച്ചവടത്തിൻ്റെയൊക്കെ മെയിൻ കേന്ദ്രങ്ങളായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ഷിപ്പുകളെയാണ് പുള്ളിക്കാരനും കൂട്ടരും ആക്രമിച്ചുകൊണ്ടിരുന്നത്. എനിക്കും ആ ഒരു ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കടൽ കൊള്ളയുടെ ആ ഒരു സാധനം ത്രില്ല് കയറി വരുന്നുണ്ട്. പക്ഷെ കടലിൽ മര്യാദയ്ക്ക് നീന്താൻ അറിയത്തില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇവിടെ നിന്ന് വീണ്ടും സ്റ്റെപ്പ് കയറി നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് പോകാവേ. ആ ടോപ്പിൽ നിന്നുള്ള കാഴ്ച കുറേയും കൂടി ഉയരത്തിൽ നിന്ന് ഇവർക്കൊരു ടവറൊന്നും പണിയാതെ തന്നെ കപ്പലുകളെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് ഇവിടെ നിന്ന് കടലിൻ്റെ തീരത്തായതുകൊണ്ട് പെട്ടെന്ന് ഈ പാറയിടുക്കുകളിലൊക്കെ ഒളിഞ്ഞു നിന്നിട്ട് കടലിൻ്റെ ആ കപ്പലിൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ടുള്ള ആളുകൾ അവരൊന്നും കാണാതെ ഇവർക്ക് കപ്പലിനെ ചെന്ന് ആക്രമിക്കാനും പറ്റും. ഇനി അഥവാ ആരെങ്കിലും പിടിക്കാനൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഹള്ളുകളുണ്ട് ഇവിടെ. ആ ഹള്ളുകൾക്കുള്ളിലൊക്കെ കയറി ഒളിക്കാനും ഇവർക്ക് പറ്റും കേട്ടോ. അതുകൊണ്ടൊക്കെ കൂടി ആയിരിക്കണം കടൽ കൊള്ളക്കാർക്ക് ഈ ഒരു മേഖല ഇത്രയ്ക്ക് പ്രിയപ്പെട്ടതായി മാറിയത്. ഇവിടുന്ന് അങ്ങ് ദൂരെ ഏതോ ഒരു വലിയ ഷിപ്പ്, എണ്ണ ടാങ്കറാണോ LPG ടാങ്കറാണോ എന്നറിയില്ല, പോകുന്നുണ്ട്. ഇറങ്ങിയാലോ നമുക്ക് കടൽ കൊള്ളക്കാരൻ്റെ രൂപമായിട്ട്. പിന്നെ എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മളുടെ ഈ ഒരു ചാനൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ കടമ്പ കടന്നിരിക്കുന്നു കേട്ടോ. കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. കഞ്ചാവലി റെഡി. കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. വന്നിട്ട് പ്രിസ്ക, അതുകൂടാതെ ഉസ്മാനും അദ്ദേഹത്തിൻ്റെ വൈഫുമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഈ നാട് കാണിക്കാൻ ഇവരെൻ്റെ കൂടെ വന്നേക്കുന്നതാണ് കേട്ടോ. നമ്മളിപ്പം ഈ ഒരു ഐലൻഡിലേക്ക് വന്നിറങ്ങി ഇവിടെ നിന്നും
വണ്ടി റെൻറ്റിനെടുത്തതിന് ശേഷമാണ് കറങ്ങാനായിട്ട് ഇറങ്ങിയത്. വേറെ പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസുകളൊന്നും ഇവിടെയില്ല. ചെറിയ രീതിയിൽ ആളുകൾ താമസിക്കുന്ന ഒരു ചെറിയ ഐലൻഡ്, അതാണ് കേട്ടോ ഇത്. ഈ ദ്വീപിന് ചുറ്റുമുള്ള ബീച്ച് ഏരിയകൾക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നല്ല നീല വെള്ളം, അതുകൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചാര മണൽത്തരികളാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ കോറൽസ് ആണ് കേട്ടോ. അത് പൊടിഞ്ഞിട്ടാണ് ഇവിടുത്തെ ഈ ഒരു വെള്ള മണൽത്തരികൾ ഉണ്ടായിരിക്കുന്നത്. തെളിഞ്ഞ നീല വെള്ളവും നല്ല വെള്ള കളറിലുള്ള മണൽത്തരികളും ഒക്കെ കൂടി ചേരുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേകമായിട്ടുള്ള ഭംഗിയാണ് ഇവിടുത്തെ ഓരോ ബീച്ചുകൾക്ക്. ശരിക്കും നമുക്ക് അങ്ങോട്ട് പോയി കിടക്കാൻ തോന്നും. ഇവിടെ റോഡിലെല്ലാം ചെറുതായിട്ട് വെള്ളം വീണ് കിടക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഒരു മഴ പെയ്ത് ഒഴിഞ്ഞു പോയതാണ് കേട്ടോ. ഈ ഒരു ഐലൻഡിൽ ഇങ്ങനെയാണ് കേട്ടോ, ചെറിയ ചെറിയ മഴകൾ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. ലെറ്റ്സ് ഗോ. ഓക്കേ, മാന്തപ്പ്. തിരിച്ച് നമ്മൾ തുറമുഖത്തെത്തി. ഇനിയിപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ള ഈ വണ്ടി, 2 വണ്ടി നമ്മൾ റെൻറ്റിനെടുത്തു. 50,000 രൂപ ഒരു വണ്ടിക്ക് വെച്ചിട്ട്. അപ്പോൾ ഈ വണ്ടി തിരിച്ചു കൊടുക്കണം. എന്നിട്ട് ഇവിടെ നിന്നും വന്നതുപോലെ തന്നെ ഒരു ബോട്ട് റെൻറ്റിനെടുത്തിട്ട് അപ്പുറത്തെ മെയിൻ ലാൻഡുമായിട്ട് കണക്റ്റ് ആവണം കേട്ടോ. എന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വണ്ടി ഇതാ നമ്മൾ വാങ്ങിയ ആൾക്കാരെ ഏൽപ്പിച്ചത്. ശരിക്കും ഇത് വേറെ പ്രൈവറ്റ് വണ്ടിയാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവരിങ്ങനെ കൊടുക്കുന്നതാണ്. ഇവിടെ പ്രധാനമായിട്ടും പുറത്തുള്ള ടൂറിസ്റ്റുകളെക്കാളും കൂടുതൽ ഇവിടുത്തെ ഉള്ള ലോക്കലായിട്ടുള്ള ആളുകളാണ് വരാറുള്ളത്. ഇവിടുത്തെ ഐലൻഡുകളിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന സംവിധാനങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. ഇങ്ങനെ വരുമ്പം ബൈക്കൊക്കെ റെൻറ്റിലെടുത്ത് വേണം നമുക്ക് ഓരോ സ്ഥലത്തേക്കും പോകാൻ വേണ്ടിയിട്ട്. കാരണം ഓരോ ഐലൻഡിനും ഒരു 5 കിലോമീറ്റർ നീളവും ഒരു 5 കിലോമീറ്റർ വീതിയും അത്രയൊക്കെ ഉള്ളൂ. അന്നേരം അങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഉണ്ടല്ലോ നല്ല തകൃതിയായിട്ട് പിള്ളേരുടെ മീൻപിടുത്തം ആ ഒരു ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, എല്ലാവരും മീൻപിടുത്തക്കാരാണ് ഇവിടുത്തെ. പിന്നെ വെള്ളത്തിൽ വെറുതെ ചൂണ്ടെടുത്തിട്ട് കുറച്ച് വലിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കിട്ടുമെന്നുള്ളൊരു അവസ്ഥ കൂടിയാണ് ഇവിടെ. കാരണം ഇഷ്ടം പോലെ മീനുകളുണ്ട് ഈ ഒരു നാട്ടിൽ. കടലിൽ കണ്ടില്ലേ നിങ്ങൾ, അങ്ങോട്ട് തെളിഞ്ഞ് കിടക്കുകയാണ്. നല്ല നീല പളുങ്ക് പോലെ കടലിൽ കൂടി നീന്തി പോകുന്ന മീനുകളെ നോക്കിയിട്ട് വേണമെങ്കിൽ ഹലോ ഇവർക്ക് പിടിക്കാൻ പറ്റും. ഓ, ഇവിടെ ഇതാ വലിയൊരു കൂട്ടം എന്തോ പോകുന്നുണ്ട്, താഴെ കാണാൻ പറ്റുന്നുണ്ട്. അതുണ്ടോ, അതിനാണ് ഇവർ പിടിക്കാൻ ശ്രമിക്കുന്നത്. ഇതാ ഇവിടെയെല്ലാം പിള്ളേർ ഒരെണ്ണം പിടിച്ച് മുറിച്ച് ഇട്ടേക്കുന്നതാണല്ലോ, പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ക്യാമറ കണ്ടപ്പോൾ എല്ലാവർക്കും നാണം. ഹലോ, ഹായ്. ഓ, കുഞ്ഞത് മാത്രമല്ല കേട്ടോ. ഇതാ ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ മീനുണ്ട്. ഇതുണ്ടോ, വലിയ നമ്മുടെ കൊമ്പൻ മീനില്ലേ, കൊമ്പൻ മീൻ ടൈപ്പ് മീനുകളെ ഇവിടെ ഇതാ പിടിച്ചിട്ടുണ്ട്. നൈസ്. ഇതാ ഇവനിപ്പോൾ പിടിച്ച് കരക്കോട്ടിട്ടേ ഉള്ളൂ, ചത്തിട്ടില്ല, പടച്ചിരിക്കുന്നു. ഇവരിൽ ആരോ ഒരാൾ പിടിച്ച് വരെ കരയ്ക്ക് കയറ്റിയതാണ്. നമ്മുടെ മത്തിയില്ലേ, ഏകദേശം മത്തിയൊക്കെ പോലെയുള്ള എന്നാൽ കുറച്ചും കൂടി കളറൊക്കെ ഉള്ള ഒരു മത്തി, അതാണ് കേട്ടോ ഈ ഒരു അടിയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഇവർ എറിഞ്ഞെറിഞ്ഞ് പിടിക്കുന്നത്. ഇതാ ഒരെണ്ണത്തിനെ പൊക്കി കണ്ട, ഇത്രയുള്ള സിമ്പിൾ. അവൻ്റെ വയറ്റിലാണ് കുടുങ്ങിയേക്കുന്നത്. നമ്മുടെ മത്തി തന്നെയാണ് കേട്ടോ, മത്തിയുടെ ചെറിയ വേറെ എന്തോ ഒരു വേർഷൻ. എന്നിട്ട് ആ മീനെ വീണ്ടും കോർത്തിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് വലിയ മീനുകൾക്ക് വേണ്ടിയിട്ട്. മത്തിക്കൂട്ടങ്ങളോട് തൽക്കാലം നമുക്ക് ബൈ പറയാം. എന്നിട്ട് ഇതാ പോകാമല്ലോ, നമ്മളുടെ ബോട്ട് റെഡി ആയിട്ടുണ്ട്, പോകാമെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് വിളിച്ചു കേട്ടോ. അതുകൊണ്ട് ബോട്ടിലെ ഇതുകൊണ്ട് ഞങ്ങൾ വണ്ടി കയറ്റുന്നത് ഇതുപോലെ സ്കൂട്ടറുകൾ ഈ ഒരു ചെറിയ ബോട്ടിൽ കൊണ്ടുപോകും. അതല്ലാതെ വലിയ ജങ്കാർ ടൈപ്പ് സാധനം അങ്ങ് അവിടെ അതാ അവിടെ കാണുന്ന ആ ഒരു ബോട്ടിലെടുക്കും. അപ്പം അവിടെ നിന്നും കാറുകളൊക്കെ കൊണ്ടുപോകും കേട്ടോ. എന്നാലും ഇവിടെ അങ്ങനെ കാറിനേക്കാളൊക്കെ കൂടുതൽ 2 വീലറുകൾ തന്നെയാണ് കൂടുതലുള്ളത്. അപ്പോൾ വാ, നമുക്ക് നമ്മളുടെ ഈ ഒരു ഐലൻഡിനോട് ബൈ പറഞ്ഞ് കടലിലേക്ക് ഇറങ്ങാൻ വീണ്ടും സമയമായി. അങ്ങനെ ഇന്തോനേഷ്യയുടെ 10,000 ഐലൻഡുകളിൽ മറ്റൊന്നിൽ കൂടി നമ്മൾ കാല് കുത്തിയിരിക്കുന്നത് കേട്ടോ. എന്താ അല്ലേ, എത്ര ഐലൻഡുകളാണ് ഈ ഒരു രാജ്യത്ത്, അതും ഓരോന്നും ഒന്നിലൊന്ന് മെച്ചം. അങ്ങനെ തിരിച്ചു മടക്കം. നിങ്ങൾക്ക് ഇതുപോലുള്ള ചെറു ദ്വീപുകളുടെയും ഇതുപോലുള്ള ചെറു ഗ്രാമങ്ങളുടെയൊക്കെ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ ഈ പോയ സ്ഥലങ്ങളും ഈ കാണിച്ച ദ്വീപുകളും ബീച്ചുകളൊന്നും ഒരു ടൂറിസ്റ്റ് ഏരിയകളല്ല കേട്ടോ. നോർമലി വരുന്ന ഒരു ടൂറിസ്റ്റും പോകുന്ന സ്ഥലങ്ങളല്ല. ഇത്തരത്തിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലുള്ള സ്ഥലങ്ങൾ തേടി പോകാം. അതൊന്ന് കമൻറ്റിൽ നിങ്ങൾ അറിയിക്കണം കേട്ടോ. നമ്മളെ കടലിൻ്റെ അങ്ങോട്ടേക്ക് പോയതുപോലല്ല, ഇപ്പോൾ കടൽ കുറച്ചും കൂടി കലുഷിതമായി എന്നൊക്കെ പറയുക. നല്ലോണം തീരെയും കാറ്റൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇവിടെ നിന്നും വെള്ളം ഇങ്ങനെ അടിച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. അപ്പം എല്ലാവരും അകത്ത് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ, ആരും പുറത്തോട്ടിരിക്കുന്നില്ല. അപ്പോൾ വെറുതെ അല്ല ഇതിന് ഇങ്ങനെ ഇത്രയും കവറിങ് ഉള്ളൊരു ഭാഗം കൂടി വന്നത്. കണ്ടോ നിങ്ങൾ വെള്ളം തെറിക്കുന്നത്.
ഈ വെള്ളം തെറിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ബത്തൗവ എന്ന് പറയുന്ന ഒരു ടൗണാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ആ ഒരു ഐലൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആ ഒരു ഓഫീസിന് മുമ്പിലായിട്ട് നമ്മളുടെ വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വണ്ടി എടുത്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനേ. കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ച നമ്മളുടെ റോഡ് ട്രിപ്പില്ലേ, അതേ റോഡ് ട്രിപ്പ് വീണ്ടും പുനരാരംഭിക്കുകയാണ് കേട്ടോ. നമ്മളെ ഈ ഒരു ഗവൺമെൻറ് ഓഫീസിന് മുമ്പിലിരുന്നിട്ട് ഉച്ചയ്ക്ക് ഇനി എന്ത് കഴിക്കും, അതായത് ഇവരുടെ ട്രഡീഷണൽ പല സാധനമുണ്ട്. ചോത്തോ, ദെൻ ഗ്രീൻ ബനാന. Green banana ice. ഗ്രീൻ ബനാന ഐസ്. ട്രഡീഷണൽ നെയിം പിസാങ്ങിജോ എന്ന് പറയുന്ന അങ്ങനത്തെ 2 വിഭവങ്ങളാണ് കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. ഒന്ന് വന്നിട്ട് സ്വീറ്റാണ്, മറ്റേ വന്നിട്ട് കുറച്ച് ഇവിടുത്തെ രണ്ടും ട്രഡീഷണൽ ആയിട്ടുള്ള ഈ പറയുന്ന മക്കാസറിൻ്റെ ബോട്ട്, നമ്മളുടെ ബോട്ടിൻ്റെ വിഭവമാണ് കേട്ടോ. സോറി, നമ്മുടെ ബൂട്ടിൻ്റെ വിഭവമാണ്. അപ്പോൾ ഏത് വേണം എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങളെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ ചോട്ടോ പറഞ്ഞു. ചോട്ടോ. അപ്പോൾ ഫൈനൽ ഡിസിഷൻ വന്നു. കമോൺ ലെറ്റ്സ്. എന്താണത്? കിളാപ്പ എന്ന് പറഞ്ഞിട്ടുണ്ട് തേങ്ങ. ഈ തേങ്ങ കൊണ്ടുണ്ടാക്കിയ എന്തോ ഒരു സാധനത്തിൻ്റെ കൂടെ വിത്ത് ചോട്ടോ, അതാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ പോകുന്നത്. കൺഫ്യൂഷനാ മോനെ. അവരെ മേലെ എന്തോ കൺഫ്യൂഷൻ എടുക്കുന്നുണ്ട്. പുള്ളിക്കാർ വേറെന്താ കഴിക്കണം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഓക്കെ, നേരെ ഇനി നമ്മൾ ബൗബോ എന്ന് പറയുന്ന ഇവിടുത്തെ ആ പ്രധാനപ്പെട്ട പട്ടണത്തിലേക്കാണ്. ഹോട്ടൽസൊക്കെ അവിടെയാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ, കെത്തുപ്പാത്തും അതുപോലെ തന്നെ ബുറാസുമാണ് ആദ്യം വന്നിട്ടുള്ളത്. ബുറാസ് റൈസ്. ഓക്കെ, വാഴയിലയിൽ പൊതിഞ്ഞ റൈസാണ് കേട്ടോ. ദെൻ കെത്തുപ്പാട്ട് വന്നിട്ട് ഓക്കെ, ഇത് നമ്മുടെ തെങ്ങിൻ്റെ ഓലയിൽ പൊതിഞ്ഞ റൈസും. നമ്മുടെ പ്രധാനപ്പെട്ട സാധനം വന്നു കേട്ടോ, നമ്മളുടെ ബീഫില്ലേ, ബീഫ് കൊണ്ടുണ്ടാക്കുന്ന ഇവരുടെ സ്പെഷ്യൽ മസാലകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സൂപ്പ് പോലെയുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ബീഫിൻ്റെ പീസുണ്ട്, അതുകൂടാതെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തേങ്ങാപ്പാലാണ് നമ്മൾ, തേങ്ങാപ്പാൽ സംതിങ് എന്തൊക്കെയുണ്ട്. പിന്നെ ഉള്ളി പൊരിച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് നല്ല ചൂടാണ്. റോ ടേസ്റ്റ് ഞാൻ എന്താണെന്ന് പറയാം. വിക്കിപ്പോയി, ഒരു ടേസ്റ്റ് കിട്ടിയില്ല. ഇതിലെ ഉപ്പ്, അതുപോലെ തന്നെ ഈ സോസ്, പിന്നെ ഇത് വന്നിട്ട് എരിവുള്ള എന്തൊരു ചട്നിയാണ്, ചാമ്പേ. ഓക്കെ, ചാബേ, സാമ്പൽ എന്ന് പറയും. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് എവിടെ പോയപ്പോൾ ജാക്കിയുടെ വീട്ടിൽ പോയ സമയത്ത് ഈ സാധനമൊക്കെ പറിച്ചിട്ട് നമ്മൾ ചമ്മന്തി അയച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനമാണ്. അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാം. സാമ്പൽ. ഓക്കെ, ലിറ്റ്. ആ ഓക്കെ, സാമ്പൽ ഇട്ടോ. സാമ്പൽ, യെസ്. സാമ്പൽ ഇടുന്നതിന് മുമ്പ് റോ ആയിട്ടുള്ള ടേസ്റ്റ് എന്താണെന്ന് ഞാൻ നോക്കട്ടെ. ഇതിനകത്ത് എന്തോ ഒരു സാധനം അരച്ച് ചേർത്തിട്ടുണ്ട്. കടലയുടെ പോലെ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. നോ സോൾട്ട്. നോ സോൾട്ട്. പിന്നെ പുളിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അകത്ത് ആ ഒരു കറിക്കകത്ത് വേറെ എന്തൊക്കെയോ മസാലകൾ ആഡ് ചെയ്ത് അതിപ്പോൾ റെഡ് കളറിലേക്ക് വന്നിട്ടുണ്ട്. എനക്ക് ഓക്കെ, ഇവിടെയും അതുപോലെ തന്നെ ആഡ് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഐസ് ടീ അതിൻ്റെ കൂടെ. ഇവിടെ ഒരു നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്തോനേഷ്യയിൽ എല്ലായിടത്തും എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ഐസ് ടീ മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഐസ് ടീ ആണ്, ഒന്നുമില്ല, ഐസ് ഇട്ട ടീ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക, അതിന് ശേഷം അതിങ്ങനെ അടുപ്പിച്ച് വെക്കുക. ദെൻ അതുകൊണ്ട് സ്പൂണ് കൊണ്ട് ഓക്കെ ഇതിങ്ങനെ കൊത്തിയെടുക്കുക. ദെൻ അത് ഈ സൂപ്പിൽ കുറച്ച് മുക്കിയിട്ട് ഓക്കെ, ഓ ദാറ്റ് ഈസ് ദ മെത്തേഡ്. അങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് കേട്ടോ. ഏണോ? ഹായ്. നമ്മുടെ പിടിയില്ലേ, പിടിയൊക്കെ കഴിക്കുന്നൊരു ചെറിയ ഫീല്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആ മരത്തിനിടയിലൂടെ നമുക്ക് എന്തൊക്കെയോ ഒരു കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. നോക്കി നിങ്ങൾ, ഇപ്പോൾ ശരിക്കും കാർമേഘം മൂടി ഇരുണ്ടിട്ടാണുള്ളത്, എന്നാലും ഒരു നീല കളറല്ലേ അവിടെ കാണുന്നത്.
ഒരു തെങ്ങുംതോപ്പാണ് കേട്ടോ. തെങ്ങുംതോപ്പിൻ്റെ സൈഡിലെല്ലാം കണ്ടോ നിങ്ങൾ, ഇങ്ങനെ ഇരിക്കാനുള്ള ഇരിപ്പിടമുണ്ട്. ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ ഇന്തോനേഷ്യയിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരു വെറുതെ ജസ്റ്റ് ബീച്ച് കാണാൻ വന്ന് കുറച്ച് കടല വാങ്ങി തിന്ന് കാറ്റും കൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല ബീച്ചിൽ വരുന്നത്. ഇതുപോലുള്ള സുന്ദരം ബീച്ചുകളിൽ വൈറ്റ് സാൻഡ്. ഓക്കെ. ഇന്ന് ഹോളിഡേ അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒഴിഞ്ഞ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഫുള്ള് ആളുകളായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലുള്ള ബീച്ചുകൾ വന്നിരുന്നിട്ട് പിള്ളേരൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി കുളിക്കുക, മാക്സിമം മണിക്കൂറുകൾ വെള്ളത്തിലിറങ്ങി കുളിക്കുക. അതുകൂടാതെ മുതിർന്നവരായിട്ടുള്ള ആളുകൾ ഇതുപോലുള്ള ഇവിടങ്ങളിൽ വന്ന് ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം, ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ ഇതുപോലത്തെ കാണുന്നില്ലേ, ഇതുപോലത്തെ ഒരെണ്ണം ബുക്ക് ചെയ്ത് അങ്ങനെ ഇടും. എന്നിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ തൊട്ടുള്ള കടയിൽ നിന്നും, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ ഒരു ഗ്രില്ലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതുണ്ട്. അപ്പോൾ അവർ മീനോ ചിക്കനോ അങ്ങനെയുള്ള എന്ത് സാധനം വേണമെങ്കിലും ഇങ്ങനെ ലൈവായിട്ട് എപ്പോഴും കുക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. അതൊക്കെ കഴിച്ച് ശരിക്കും മണിക്കൂറുകൾ ഈ ഒരു ബീച്ചിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇവരധികവും ഇങ്ങനെയുള്ള ബീച്ചുകളിൽ എൻജോയ് ചെയ്യാനായിട്ട് വരുന്നത്. അതിനൊക്കെ പറ്റിയ ഒരു ബീച്ചാണ് കേട്ടോ ഇവിടെയുള്ളത്. അങ്ങ് ദൂരെയായിട്ട് ഒരു മഴ പെയ്ത് അങ്ങേ കരയ്ക്കേക്ക് വരാൻ പോകുന്നുണ്ട്. അതുകൂടാതെ ഉണ്ടല്ലോ ഇവിടെ സർഫിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സർഫിംഗ് ബോർഡുകളൊക്കെ നമുക്കത് അങ്ങ് ദൂരെയായിട്ട് വെച്ചേക്കുന്നതൊക്കെ കാണാം. പിന്നെ വലിയ തിര ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ തിരയില്ല, അത് ഇങ്ങനെ തട്ടി അടിക്കുന്ന രീതിയിലുള്ള തിര. പക്ഷേ എന്തിനാണ് സർഫ് ബോർഡ് വെച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സർഫ് ചെയ്യാൻ പാകത്തിന് വലിയ തിരകളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ സർഫ് ബോർഡുകൾ ഇവിടേക്ക് ഇറക്കി വെക്കുന്നതെന്നുള്ളത് എനിക്ക് തിരിയുന്നില്ല കേട്ടോ. എന്തായാലും ഈ ഒരു തിരയിലൊന്നും നമുക്ക് സർഫ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ വേണമെങ്കിൽ വെറുതെ വെള്ളത്തിൽ കയറി നിന്ന് തുഴഞ്ഞു പോകാൻ പറ്റും അല്ലേ? അല്ല, ഇത് കുറച്ചും കൂടി വലിയൊരു ബോർഡാണല്ലോ. ദൈവമേ, ഇത് സർഫ് ബോർഡല്ലേ ഇനി? അതെന്തായാലും ആവട്ടെ. അങ്ങ് ദൂരെയായിട്ട് അവിടെ കണ്ടെങ്കിൽ ക്ലിഫ് പോലത്തുള്ള ഏരിയ ഉണ്ട്. ഇത് വന്നിട്ട് നമ്മളുടെ കോറൽസ് തന്നെ ആയതുകൊണ്ട് ഉൾഭാഗത്തൊക്കെ വലിയ കേവ് പോലെയൊക്കെ തിരയടിച്ച് തേഞ്ഞ് തീർന്ന ഭാഗങ്ങൾ മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് കോണിപ്പടികളും മറ്റ് സാധനങ്ങളൊക്കെ കാണാം. അതുകൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ദൂരെ അവിടെയായിട്ട് അത് നേരെ ഇറക്കി കടലിലോട്ട് വരുന്ന രീതിയിലൊരു ബ്രിഡ്ജും ഉണ്ട്. അപ്പുറം ഒരു ഷിപ്പൊക്കെ എടുക്കുന്ന രീതിയിലുള്ള ഒരു പോർട്ടും കാണാനുണ്ട്. ഒരു കുഞ്ഞു കൊച്ചൊക്കെ കണ്ടെങ്കിൽ കടലിൽ കിടക്കുന്ന ഒരു കുഴപ്പമില്ല, പിള്ളേർ കളിക്കുന്നു. അവിടെയുണ്ട്, അവിടെയും പിള്ളേർ കളിക്കുന്നു. പക്ഷെ അത് ഇവിടുത്തെ പിള്ളേരാണെന്ന് തോന്നുന്നു കേട്ടോ, ഈ നാട്ടിലെ പിള്ളേർ. ശരിക്കും നമ്മുടെയൊക്കെ നാട്ടിൽ എത്ര ബീച്ചുകളുണ്ടല്ലേ, ആളുകൾക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല വെള്ളമുള്ള ബീച്ചുകൾ. കോഴിക്കോട് ബീച്ചിലൊക്കെ ഞങ്ങളിടയ്ക്ക് പോകലുണ്ട്. ശരിക്കും പിള്ളേരെ കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെ ഇറങ്ങാതിരിക്കാൻ സമ്മതിക്കത്തില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഇറങ്ങാനൊക്കെ നോക്കും. എന്നാലും മാക്സിമം പെട്ടെന്നൊന്ന് കാലൊക്കെ ഇതാക്കിയിട്ട് പെട്ടെന്ന് കയറ്റും അവരെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ബീച്ചൊക്കെ പോലത്തെ മലിനമായിട്ടുള്ള ബീച്ചുകൾ വേറെ ഉണ്ടാകത്തില്ല. ആ രീതിയിലാണ്. ശരിക്കും ആ ഒരു ബീച്ച് സൈഡിൽ തന്നെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ കുറേ ആ ഒരു ഷോപ്പുകളിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് വെള്ളം ഒഴുകി ഓവുചാല് നേരെ ബീച്ചിലോട്ട് വന്നിങ്ങോട്ട് ചാടുകയാണ്. യാതൊരു തരത്തിലുള്ള പ്രോസസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ആ മണമുള്ള വെള്ളം. ശരിക്കും ആ ഒരു കടലിനും ആ ഒരു ഓവുചാലിൻ്റെ വെള്ളത്തിൻ്റെ മണമുണ്ട് കേട്ടോ. ശരിക്കും നമ്മളവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവുക. നമ്മളുടെ ബീച്ചുകളൊക്കെ എന്നാണോ നല്ല രീതിക്ക് ക്ലിയർ ആകുന്നത്. പക്ഷേ എനിക്ക് കേരളത്തിൽ അല്ലാതെ കുളിക്കാൻ പറ്റുന്ന ക്ലിയർ ആയിട്ടുള്ള വലിയ തിരക്കുകളൊന്നും ഇല്ലാത്ത, വലിയ സിറ്റിയുടെ ഒന്നും അടുത്തില്ലാത്ത ഒരുപാട് ബീച്ചുകൾ വേറെ ഉണ്ട് താനും. ശരിക്കും സിനിമകളിലൊക്കെ കണ്ട് എന്താ പറയുക പരിചയിച്ചിട്ടുള്ള ഇതുപോലൊരു ഫ്രെയിമിൽ വെറുതെ നടന്നു പോകാനല്ല നമ്മൾ വരേണ്ടത്. നമ്മൾ ശരിക്കും ഇവിടെ എന്താ പറയുക ആസ്വദിക്കാൻ, എൻജോയ് ചെയ്യാനായിട്ട് വരേണ്ടതായിരുന്നു. ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്ഥലം നമുക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളുണ്ടല്ലോ ഈ ദ്വീപിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വ്യാളിയില്ലേ, വ്യാളിയുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ ദ്വീപിൻ്റെ പല ഭാഗത്ത് പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഈ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാലൊരു ഭാഗത്ത്, നടുഭാഗം വേറൊരു ഭാഗത്ത്, തല മറ്റൊരിടത്ത്, ആ ഒരു രീതിയിൽ കേട്ടോ. രസമാണ് കാണാനായിട്ട്. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ പച്ച പെയിൻ്റ് അടിച്ച് ഇതാണ് കേട്ടോ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വരുന്നത്. ബൗബുവിൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അത്യാവശ്യം ഹോസ്പിറ്റൽ സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ ഇവിടെ നല്ല രീതിക്കുണ്ട്.
പിന്നെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ എമർജൻസി ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ പോകുന്നത് നമ്മളുടെ മക്കാസർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവരുടെ ഈ ഒരു സുലാവസിയുടെ ഏറ്റവും വലിയ ടൗൺ എന്ന് പറയുന്നത് മക്കാസറാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോട്ടകളിലൊന്ന് അത് ഇന്തോനേഷ്യയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ വിശ്വസിച്ചേ പറ്റൂ. നമ്മളിപ്പം ഒരു കോട്ടയിലാണ് കേട്ടോ ഉള്ളത്. ക്രെങ്തൺ ക്രാട്ടോൺ എന്നാണ് ഇവർ പറയുന്നത്. അത് ബൂട്ടൺ ഫോർട്ട്. ഓക്കെ, ഇത് 23 ഏക്കറിൽ ഇവിടുത്തെ ഈ ഒരു മലമുകളിൽ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു കോട്ടയാണത്രേ. ലോകത്തിലെ ഏറ്റവും വലിയ എങ്ങനെയൊരു സാധനം അത് ഇവിടെയാണെന്നുള്ളത് എനിക്ക് ആദ്യമേ വിശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ എങ്കിൽ ഇതൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടുവന്നേ, അപ്പം വിശ്വസിച്ചു. ബീച്ചിൽ നിന്ന് തിരിച്ച് വരുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു മതിലുകൾ കണ്ടു തുടങ്ങിയത്. അതായത് ഈ ഒരു മലയുടെ ഇതൊരു വലിയൊരു മലയുടെ മേൽഭാഗമാണ്. ആ മേൽഭാഗം മുഴുവൻ കവർ ചെയ്തിട്ട് മുഴുവൻ ഇതുപോലെ മതിലുകളാണ്. ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഹോസ്പിറ്റലുകൾ, ബിൽഡിങ്ങുകൾ, കുറേ അധികം താമസ സ്ഥലങ്ങൾ എന്ന് വേണ്ട പണ്ടത്തെ കാലത്ത് വേണ്ട വാച്ച് ടവറുകൾ, പീരങ്കി ടവറുകൾ, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ ബൂട്ടൺ ദ്വീപിൻ്റെ മലയുടെ മേളിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കോട്ട നഗരം, ശത്രുക്കളെ പേടിച്ച് പണിതീർത്ത ഒരു കോട്ട നഗരം കേട്ടോ. ഇന്തോനേഷ്യയുടെയും ബൂട്ടൻ്റെയൊക്കെ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. എന്ന് വെച്ചാലും ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആളുകൾ വീടുകളിലൊക്കെ വെച്ചിട്ട് വീട്ടിലൊക്കെ താമസിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പുതിയ നിർമ്മാണമൊക്കെ വരുമ്പം അതിൽ നിർമ്മാണ രീതിയിലൊക്കെ ഈ ഒരു പഴയ നഗരത്തോട് സാദൃശ്യമുള്ള രീതിയിൽ പണിയണം എന്ന ചില നിബന്ധനകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ്. കിലോമീറ്റർ കണക്കിന് ദൂരത്തിൽ ഇതിങ്ങനെ എന്താ പറയുക ഇങ്ങോട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. വണ്ടിയിൽ പോയിട്ടും തന്നെ ഇത് തീരുന്നില്ലായിരുന്നു കേട്ടോ. നമ്മളിപ്പം നിൽക്കുന്നുണ്ടല്ലോ ഈ ഒരു കോട്ടയുടെ വൺ ഓഫ് ദ വ്യൂ പോയിൻ്റ് ഏരിയയിലാണ്. ശത്രുക്കളെയൊക്കെ നോക്കി, അല്ലെങ്കിൽ എന്താ പറയുക വാച്ചിങ് ഏരിയ, വാച്ച് ടവർ ഏരിയ എന്നൊക്കെ പറയാം. ഇവിടെ ഉണ്ടല്ലോ ഇതുപോലെ കുറേ പീരങ്കികൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മളുടെ ബൗബൗ ഈ ഒരു ഫോർട്ടിലോട്ട് വരുന്ന കപ്പലുകളെയൊക്കെ നിരീക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇത് നിർമ്മിച്ചതേ 16-ാം നൂറ്റാണ്ടിലാണ്. നമ്മളുടെ സുൽത്താൻ അലാമുദ്ദീൻ എന്ന് പറയുന്നൊരു സുൽത്താൻ, അദ്ദേഹമാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. പിന്നെ നിങ്ങൾ വരുമ്പോൾ ഇതിന് ചുറ്റും കെട്ടിയേക്കുന്ന ഈ ഒരു കല്ലുകളില്ലേ, ഈ കല്ലുകളെന്ന് പറയുന്നത് ശരിക്കും കല്ലല്ല, ഇത് വന്നിട്ട് കോറൽസ് ആണ് കേട്ടോ. കോറൽസ്, കടലിൽ നിന്നും കോറൽ പൊക്കി കൊണ്ടുവന്ന് അത് ഈ ഒരു മലയുടെ മേലെ കയറ്റി അതിങ്ങനെ മതിലുകളായി പണിത് വെച്ചേക്കാണത്. ഇത്ര കട്ടിക്ക് ഇത്ര ലെവലിൽ സെറ്റായിട്ട്. ഏത് കാലത്ത്? 16-ാം നൂറ്റാണ്ടിൽ കേട്ടോ. ഒരു മോഡേൺ ടെക്നോളജി ഇല്ല. അന്നേരപ്പോഴും ഒരുപാട് മനുഷ്യരുടെ അധ്വാനമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു കോട്ടയെ ഇതുപോലെ ഇങ്ങനെ പടുത്തുയർത്തി നിർത്തിയേക്കുന്നത്. ഈ കോട്ടയുടെ ഉണ്ടല്ലോ പല ഭാഗങ്ങളും ഇടിഞ്ഞു പോയതിന് ശേഷം പുതുക്കിപ്പണിതത് ഉണ്ട്. എന്നാലും ഈ ഒരു ബേസ് കാണുന്നില്ല, ഇതൊക്കെ അന്ന് ഉള്ള രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ശരിക്കും നോക്കിയാൽ തിരിയും അത് പഴയ നിർമ്മിതിയും പിന്നീട് മേലോട്ടേക്ക് പെടുത്തത് പുതിയ നിർമ്മിതിയും അങ്ങനെയാണ് കേട്ടോ. പീരങ്കിയൊക്കെ കണ്ടില്ലേ, നല്ല ഒന്നാം തരം ഇരുമ്പിൻ്റെ പീരങ്കി, അതിൻ്റെ അറ്റം പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെയുണ്ട് പീരങ്കി. ഇത് പിന്നീട് ഡച്ചുകാരൊക്കെ വന്നപ്പം അവരൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് സുൽത്താന അടക്കി വെക്കുന്ന ഇടമാണ്. അതിൻ്റെ അപ്പുറമുള്ള ഭാഗങ്ങളിൽ കുടുംബക്കാരെ അടക്കി വെക്കുന്നതും കേട്ടോ. ഓൾഡ് കോട്ടയും അതുപോലെ തന്നെ നമ്മളുടെ ആധുനികമായിട്ടുള്ള ബോബോ സിറ്റിയും ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് കാണാം. ബോബോ സിറ്റിക്കൊക്കെ മൊത്തത്തിലൊരു ചുവപ്പ് നിറമാണ് കേട്ടോ. റൂഫിങ്ങുകളൊക്കെ ഓൾമോസ്റ്റ് വീടുകളുടെ ചുവപ്പ് കളറിലാണ് കൊടുത്തേക്കുന്നത്. അത് കടന്ന് അപ്പുറമായിട്ട് നമ്മളുടെ ഉൾക്കടൽ മേഖലയും. തുളി 8 നമ്മുടെ തളവടയുടെ ഡബിള് 8 ഫൂഫു തുളി സീറ്റ് കസവ. ഓക്കെ, കപ്പ കൊണ്ടുണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ. നൈസ്. സാമ്പൽ. ഇതുപോലുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ ഇതിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയയിലൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആളുകൾ സൺസെറ്റ് ടൈമൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുക. അവർക്കുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ഒരു ഭിത്തിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടില്ലായിരുന്നു ആ ഒരു ദ്വീപ്. ആ ദ്വീപിലുണ്ടായിരുന്ന ഒരു അപ്പൂപ്പനെ, നീലക്കണ്ണുള്ള അപ്പൂപ്പനെ കണ്ട ഓർക്കുന്നില്ലേ? അപ്പൂപ്പൻ്റെ കൊച്ചുമോള് അരിസ്ക. ഇതാണ് ഒരു കണ്ണ് കടലങ്ങൾ നീല, മറ്റേ കണ്ണ് കറുപ്പ്.
അങ്ങനെയുള്ളൊരു ഇത് ആൾക്കാർ ആ ഒരു ഗ്രാമത്തിലുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ സത്യാവസ്ഥ എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം കേട്ടോ. കാരണം നമ്മൾ കുറേയധികം തപ്പിപ്പിടിച്ചിട്ടാണ് അവിടെ എത്തിയത്. ഇവിടെ ഉണ്ടല്ലോ ഇതാ കാണുന്നത് ഇവിടുത്തെ അവസാനത്തെ സുൽത്താൻ, അദ്ദേഹത്തിൻ്റെ ഡോംബാണ് കേട്ടോ ഇതാ ആ കാണുന്നത്. അത് കൂടാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ അവിടെയായിട്ട് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലവും, അതുകൂടാതെ മീറ്റിങ്ങുകളൊക്കെ വരുമ്പം അല്ലെങ്കിൽ വലിയ പ്രാർത്ഥനകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഇവർ ഒരുമിച്ചിരിക്കുന്ന എല്ലാ ഗ്രാമത്തിലും തന്നെ ഇവിടെ കാണാവുന്ന ഒരു ബിൽഡിങ് കണ്ടിട്ടില്ലേ, ആ ഒരു ബിൽഡിങ് ഇതാ ഇവിടെയുണ്ട്. അത് പക്ഷേ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ബൂട്ടൻ സ്റ്റൈൽ കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ ആ ഒരു കോട്ടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്, തുളു അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലോട്ട് എന്താ കയറാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ നമ്മൾ പുറത്തു നിന്നുള്ള രാജ്യക്കാർക്ക് എന്തോ വലിയ പൈസയാണ് പറഞ്ഞത് എൻട്രി ഫീ. അപ്പോൾ അതുകൊണ്ട് ഇവരെന്തൊക്കെ പറഞ്ഞിട്ട് അവർ അപ്പം തന്നെ തിരിച്ചു വന്നു. നമ്മളങ്ങനെ തിരിച്ച് മലയിറങ്ങി നമ്മളുടെ ബൗബോവിൻ്റെ പട്ടണ പ്രദേശത്തേക്ക് എത്തി. അപ്പോഴത്തേക്കും ആള് തിരക്ക് ബഹളം ഒക്കെ ആയി കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ, ജസ്റ്റ് ഒരു മല കയറിയപ്പം നമുക്ക് ശാന്തി സമാധാനം കിട്ടും. തിരിച്ച് ആ മല ഇറങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും തിരക്കിലേക്ക് വരാം. പക്ഷേങ്കിൽ ഈ ബൊബോ എന്ന് പറയുന്ന പട്ടണമില്ലേ, ഈ പട്ടണമാണ് ഇന്തോനേഷ്യയുടെ ഈസ്റ്റ് ഭാഗത്തിൻ്റെ കണക്ഷൻ പോയിന്റ് അല്ലെങ്കിൽ ഗേറ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മളുടെ സിലിഗുരി എന്ന് പറയുന്ന സ്ഥലമില്ലേ, സിലിഗുരി ആണല്ലോ എൻട്രി പോയിന്റ്, 7 സിസ്റ്റേഴ്സിലേക്കുള്ള ഒരു ഗേറ്റ് വേ എന്ന് പറയുന്നത്. സെയിം അതുപോലെ തന്നെ ഇവിടെ നിന്ന് വേണം കേട്ടോ നമ്മളുടെ പപ്പുവ ആ ഐലൻഡ് ഭാഗത്തേക്ക്. അതുകൂടാതെ തിമൂറിൻ്റെ ആ ഒരു ഭാഗത്ത് ഇന്തോനേഷ്യക്ക് കുറേ കുഞ്ഞു കുഞ്ഞു ദ്വീപുകളുണ്ട്. അങ്ങോട്ടേക്ക് ഒക്കെ കണക്ട് ചെയ്ത് പോകുന്ന ഷിപ്പുകൾ തുടങ്ങുന്നത്. അന്നേരപ്പം ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പോയിന്റ് കിഴക്കൻ ഭാഗമായിട്ട് ബന്ധമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ബോബോ എന്ന് പറയുന്ന പട്ടണമാണ്. ദാ ഇവിടുത്തെ ചെറിയൊരു മാർക്കറ്റ് ഏരിയയിലേക്കാണ് നമ്മൾ വന്നത്. ഫ്രൂട്ട് മാർക്കറ്റ്, ഓക്കെ, ട്രഡീഷണൽ ഫ്രൂട്ട് മാർക്കറ്റാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയിൽ അണിയിച്ചൊരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. Terima kasih. See you next time. Thank you. ശരി, താങ്ക് യു സോ മച്ച്. ശരിക്കും ഉണ്ടല്ലോ ഉസ്മാൻ ഭായിനെ ലക്കിൽ കിട്ടിയതാണ് കേട്ടോ. എന്താ ഇപ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിൽ ഭയങ്കര റാപ്പോ ഒക്കെ ഉണ്ടായി. ഞങ്ങൾ തമ്മിൽ ഭാഷയൊക്കെ വി ക്യാൻ സ്പീക്ക് നൗ ഇംഗ്ലീഷ്. ഭാഷ എന്താ പറയുക, ഇംഗ്ലീഷ് ഭാഷ ഇല്ലെങ്കിലും പക്ഷേങ്കിൽ ഇപ്പം നമ്മൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഭാഷകളും കാര്യങ്ങളൊക്കെ മനസ്സിലാകാനൊക്കെ തുടങ്ങി. See you next time. Bye. Bye. അങ്ങനെ റൂമിലെത്തി. ദീർഘമായ യാത്രയ്ക്ക് ശേഷം ഈ യാത്ര ശരിക്കും പറഞ്ഞ കാഴ്ചകൾ നമുക്ക് കിട്ടി ഇല്ലേ, നമ്മൾ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷേങ്കിൽ എൻ്റെ വലിയൊരു എമൗണ്ട് കയ്യിൽ നിന്ന് പൊട്ടി കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്നോട് ഈ ഒരു എന്താ പറയുക ചിലവിൻ്റെ പെട്രോളിൻ്റെ പൈസ കൊടുത്താൽ മതി എന്നുള്ളത് പറഞ്ഞത്. അപ്പം 2 ദിവസത്തെ പെട്രോളിൻ്റെ റേറ്റ് ആയത് കാജൂടെ പുള്ളിക്കാരിയോട് പറഞ്ഞത് 15 ലക്ഷം രൂപ. ഭയങ്കര പൈസ ആയിട്ട് അവസാനം ഞാൻ 10 ലക്ഷം രൂപ ഞാൻ കൊടുത്തത്. ആക്ച്വലി എന്നോട് ഉസ്മാൻ ഭായി പറഞ്ഞത് 5 ലക്ഷം രൂപ പെട്രോളിന് കൊടുത്താൽ മതി എന്നാണ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ വണ്ടി ഉസ്മാൻ ഭായിയുടെ അല്ല, അതുകൊണ്ട് പുള്ളിക്കാരൻ അധികം ഇതൊന്നും പറയാൻ പറ്റത്തില്ല. പുള്ളി ഭയങ്കര നൈസ് പേഴ്സണാണ് കേട്ടോ. എപ്പോഴെപ്പോഴും ഇങ്ങനെ മെസ്സേജ് ചോദിക്കും നമ്മളെ കൂടെ വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഹാപ്പിയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, പുള്ളിക്കാരൻ്റെ ബൈക്കും. ഇപ്പോൾ ഈ ഒരു യാത്രയിൽ ഞാൻ ഭയങ്കരമായ എക്സ്പെൻസ് എനിക്ക് ആയി എന്നുള്ളത് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു യാത്ര ഒരു 2-3 ദിവസത്തേക്ക് പോകുമ്പം എനിക്ക് മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ മാക്സിമം സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിന് അറൗണ്ട് ഒരു 1.5 ലക്ഷം രൂപ, പിന്നെ വണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു എന്താ പറയുക ഒരു 2-3 ലക്ഷം രൂപയിൽ ഞാൻ നിർത്താൻ വേണ്ടി മാക്സിമം നോക്കും. ചിലവൊക്കെ ആണെങ്കിലും ഫുഡൊക്കെ ആണെങ്കിലും. നിങ്ങൾക്കറിയാം നമ്മുടെ വ്യൂവർഷിപ്പ് ഭയങ്കര ഡൗണാണ്. ഈ വരുന്ന വ്യൂവർഷിപ്പ് വെച്ചിട്ടൊന്നും നമുക്കൊരിക്കലും ഇതുപോലൊരു ഇൻ്റർനാഷണൽ യാത്രകൾ മുന്നോട്ടേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ മാക്സിമം നമ്മൾ ചിലവ് ചുരുക്കി ഒക്കെ യാത്ര ചെയ്യുക എന്നുള്ളത് മാത്രമേ രക്ഷയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിലായിരുന്നു ഞാൻ ഇതുവരെ യാത്ര വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്നെ അവിടെ എത്തിയപ്പം ആക്ച്വലി ഞാനങ്ങനെ പ്ലാൻ ചെയ്തില്ല. ബോബോയിലേക്ക് വിടാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി വന്നപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ ബോബോയിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ കയറിയതാണ്. പക്ഷേ അതിനിടയ്ക്കാണ് വീട്ടിൽ പോയതും പ്ലാനുകൾ വേറെയൊക്കെ വന്നതും. ഓക്കെ
അപ്പം ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഇത്രയും ദിവസത്തെ യാത്ര അതുകൂടാതെ പോയ സ്ഥലങ്ങളുടെയൊക്കെ എല്ലാ എക്സ്പെൻസും ഞാൻ തന്നെ എടുത്തത്. ഇപ്പം ബോട്ടിൻ്റെ ആണെങ്കിലും വണ്ടിയുടെ ആണെങ്കിലും റെൻ്റ് ആണെങ്കിലും ഭക്ഷണത്തിൻ്റെ ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യം. പക്ഷേ എങ്കിൽ ഉസ്മാൻ ഭായി ഉണ്ടല്ലോ, ഉസ്മാൻ ഭായും വൈഫും മാറി നിൽക്കും. എന്നുവെച്ചാൽ അവരുടെ പൈസയൊക്കെ ഞാൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പോയി അവരുടെ എമൗണ്ടുകൾ ഇൻഡിവിജ്വലായിട്ട് കൊടുക്കും കേട്ടോ. പക്ഷേ എങ്കിൽ പുള്ളിക്കാരി നൈസാണ്. കാരണം ഇവർക്കൊക്കെ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു കാൽക്കുലേഷൻ കുറച്ചൊന്ന് കണക്കിൻ്റെ കാര്യത്തിൽ പാളി. എനിക്ക് ഏകദേശം ഇപ്പം ഈ ഒരു ദിവസത്തെ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-18 ലക്ഷം രൂപ കയ്യിൽ നിന്ന് അങ്ങോട്ട് ടിഷൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വോട്ട് ചെയ്ത് കേട്ടോ. അതെനിക്ക് നഷ്ടമായി. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട്, എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഒരു പൈസ ഉണ്ടെങ്കിൽ ഒരു 1.5 ആഴ്ച മുമ്പോട്ടേക്ക് എങ്ങനെയായാലും പിടിച്ച് പോവുമായിരുന്നു. പക്ഷേ അതിന് നടക്കില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കാം, എന്തായാലും എല്ലാം സംഭവിക്കുന്നത് നല്ലതിനായിരിക്കും അല്ലേ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.